ഹലോ എവരിവൺ, വെൽക്കം ടു മാത്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു പെയിൻറ്ററും ഒരു ക്രാഫ്റ്റിങ്ങും ചെയ്യുന്ന ഒരാളായ ഷാരി രാജനാണ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പെയിൻറ്ററുമാണ്, ക്രാഫ്റ്റിംഗ് പരിപാടികളും ഉണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് ഒരു കുറച്ചൊക്കെ കവിത ഒക്കെ എഴുതുന്നൊക്കെ കേട്ടായിരുന്നു. കവിത എഴുതും, ചെറുതിലോട്ട് എഴുതിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷാരി രാജൻ ആരാണ്, എന്തൊക്കെ ചെയ്യും എന്ന് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പറയാമോ? ഹായ്, ഞാൻ ഷാരി രാജൻ. എൻ്റെ വീട് തൃപ്പൂണിത്തുറയാണ്. ഞാൻ ചെറുതിലോട്ടൊക്കെ എഴുതുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, പെയിൻറ്റിങ് ഒക്കെ. അപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഗുരു. ആദ്യമേ അച്ഛനാണ് എന്നെ പഠിപ്പിച്ചു തന്നിരുന്നതൊക്കെ. പിന്നെ അത് സ്കൂളിൽ ഉള്ള ഒരു ഡ്രോയിങ് പീരീഡ്, ക്രാഫ്റ്റ് വർക്ക് എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് 2011 ആയപ്പോൾ അച്ഛൻ മരിച്ച സമയത്ത് പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലാത്തൊരു കണ്ടീഷനായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് കൊച്ചച്ഛൻ അങ്ങനെ ഫോട്ടോ വെച്ച് ഗാലറീസൊക്കെ കാണിച്ചു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, പഠിച്ചുകൂടാ എന്നുള്ള ഒരു ഇതായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് പൗലോസ് സാറിൻ്റെ, ഒണിക്സ് പൗലോസ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു. സാറും സാറാ ഹുസൈൻ ഇപ്പോഴത്തെ ചേച്ചിയുടെ അടുത്തായിരുന്നു ആദ്യം പോയി. ഒരു 20 ദിവസത്തോളം ഇരുന്നു. ബിനാലയോട് അടുപ്പിച്ചുള്ള ഒരു ടൈമായിരുന്നു അത്. അപ്പം അന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചെയ്തൊരു വർക്ക്, അത് ചൈനയിലേക്ക് ഒരു ആൾ വാങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോകുന്ന ട്രിവാൻഡ്രം പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു ഷാജി പാൽക്കുളങ്ങര എന്ന് പറഞ്ഞിട്ടൊരു സാറിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത്. അപ്പം കുറേ 10-12 വർഷമായിട്ട് ഞാൻ മ്യൂറൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മ്യൂറലിനൊരു ആസ്ഥാന ഗുരു വേണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ സാജുമാഷിൻ്റെ അടുത്ത് പഠിച്ചു. അപ്പോൾ സാറിൻ്റെ കീഴിൽ കുറച്ച് ആൾ പഠിച്ചു. ഇനിയിപ്പോൾ അതിനൊന്നും എനിക്ക് പിള്ളേരൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും പോകാൻ പറ്റാത്ത കാരണം വീട്ടിൽ തന്നെ ചെയ്യണം. അപ്പോൾ 4-5 വർഷമായിട്ടുള്ളൂ ഈ മ്യൂറലിൽ നിന്ന് മാറി കുറച്ച് വേറെ കുറേ മോഡേൺ ആയിട്ടും മണ്ഡല ആർട്ട്, വരലി ആർട്ട്, പിന്നെ അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കുകൾ, മോഡേൺ ആർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ക്യാൻവാസിലും സാരിയിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു. ഇപ്പൊ പൊതുവെ ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ഗുരു അല്ലെങ്കിൽ തുടക്കം അല്ലെങ്കിൽ ഒരു പ്രചോദനം കിട്ടിയത് അച്ഛൻ്റെ നിന്നാണ്. അപ്പൊ അച്ഛന്റെ ആർട്ട് വർക്ക് കണ്ട് 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 ആഗ്രഹിച്ചു അച്ഛൻ വരയ്ക്കും. അച്ഛൻ ഒരാളെ മുന്നിരുത്തി ലൈവായിട്ടൊക്കെ വരയ്ക്കും. നിമിഷം നേരം അച്ഛനിങ്ങനെ കമ്പനിയിൽ കൊച്ചിൻ റിഫൈനറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ അവർക്ക് ബ്രേക്ക് ടൈം ഉണ്ട്, ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് ഊണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സോപ്പിന്റെ ഒരു ചെറിയ കവറൊക്കെ ഇട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വരയ്ക്കും. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി ഇപ്പോ. അപ്പൊ എങ്ങനെ ചേച്ചി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്തിട്ടില്ല, പെട്ടെന്ന് വരയ്ക്കാനൊന്നും അത്രത്തോളം ഒന്നും എക്സ്പേർട്ട് ആയിട്ടില്ല. പഠിച്ചു വരുന്നുള്ളൂ. ഇങ്ങനെ കുറച്ച് ചെയ്യുന്നു, കുറെ എക്സിബിഷൻസ് ചെയ്തു. അപ്പം 2020 കോവിഡിന്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു എക്സിബിഷൻ ചെയ്യുന്നത് ഓൺലൈൻ. ആസിഫ് അലി കൊമ്മു എന്ന് പറഞ്ഞ സാറിന്റെ കോമോസൺസ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഷീല മാഡത്തിനെയും കോട്ടയം നസീർ സാറിന്റെ ഒപ്പം തുടങ്ങിയതാണ് എക്സിബിഷൻ. അവിടെ നിന്ന് തുടങ്ങി. പിന്നെ ഷാനവാസ് മെഡിക്കൽ എന്ന് പറഞ്ഞ സാറിൻ്റെ അവിടെ പെരുമ്പാവൂർ ഒരു എക്സിബിഷൻ കഴിഞ്ഞു. പിന്നെ MOK ഗ്രൂപ്പിൻ്റെ ഡേവിഡ് ഹാളിൽ വെച്ച് നടത്തി. അത് കഴിഞ്ഞ് വേറൊരു സിന്ധു വി ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേച്ചിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അവർ കണ്ടക്ട് ചെയ്ത്. അങ്ങനെ അത് ബിയോണ്ട് ദ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ചെയ്തു. അതിലൊരു ചെറിയൊരു വർക്ക് പോയി എൻ്റെ. അത് മിക്സഡ് മീഡിയ വർക്കായിരുന്നു അത് ചെയ്തത്, മ്യൂറലായിരുന്നില്ല. പിന്നെ അതിന് മുമ്പ് 2021 മഹേഷ് ചെമ്പൂർ എന്ന് പറഞ്ഞ സാറിൻ്റെ കീഴിൽ പോയി വേൾഡ് റെക്കോർഡ് എടുത്തു പെയിന്റിങ്ങിന്, ലൈവ് റെക്കോർഡിങ്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു നേട്ടം. ഇതിന് കിട്ടിയത് എന്താ പറയാ, നമ്മുടെ പെയിന്റിങ് എന്നൊരു രീതിയിൽ. ഏത് പെയിന്റിംഗ് ആയിരുന്നു അത്? ലൈവ് അക്വേറിയം. ഞങ്ങളൊരു വേൾഡിലെ ലാർജസ്റ്റ് ലൈവ് അക്വേറിയം ഞങ്ങളൊരു 80ഓളം ആർട്ടിസ്റ്റുകൾ ഒന്നിച്ച് ചെയ്തതാണ്. അപ്പൊ അതിന്റെ അംഗീകാരം കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ശരി, അത് വേൾഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ വലിയ ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ. അതൊരു പെയിന്ററിന് കിട്ടുമ്പോ എന്ന് പറയുമ്പോ ഒന്നുകൂടെ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ? പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിൻ ചെയ്തായിരുന്നു. അതുപോലെ ഒരു മാസ്റ്റർ കൾച്ചറിന്റെ ഒരു ഇതിനകത്ത് 11th റാങ്ക് ഉണ്ടായിരുന്നു പെയിന്റിങ്.